വെളിച്ചെണ്ണയുടെ വില കിലോയ്ക്ക് 500 രൂപയായി. നമ്മൾ സാധാരണക്കാർ എങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്യും? പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലോ, പാം ഓയിൽ ഉപയോഗിച്ചാലോ, അതോ തവിടെണ്ണ ഉപയോഗിച്ചാലോ ഏതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്? വിശദീകരിക്കാം. വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. മാത്രമല്ല ഇതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റിനകത്ത് കൂടുതലും ലോറിക് ആസിഡ് ആണ്. ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാകം ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് പൊരിക്കുന്നതിന്, അതായത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങൾ അത്ര നല്ലതല്ല. കാരണം വെളിച്ചെണ്ണയുടെ ഈ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 160 മുതൽ 190 ആണ്. ഈ 190 സ്മോക്കിംഗ് പോയിന്റ് ഉള്ള എണ്ണയ്ക്കകത്ത് നമ്മൾ മുക്കി പൊരിക്കുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റ് പോലെ അപകടകരമായിട്ടുള്ള കൊഴുപ്പ് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് മുക്കി പൊരിക്കുന്നതിനുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ പാകം ചെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് പാം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പത്തിന് കിട്ടുന്ന സൺഫ്ലവർ ഓയിൽ ഉണ്ട്, പലരും ചോദിക്കാറുണ്ട്. എന്നാൽ സൺഫ്ലവർ ഓയിലിന്റെ പ്രത്യേകത omega-6 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഘടകം അതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ omega-3 ഫാറ്റി ആസിഡ് ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ഈ omega-6 ഫാറ്റി ആസിഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഉണ്ടാക്കാൻ കാരണമാകും. omega-3 ഫാറ്റി ആസിഡും omega-6 ഫാറ്റി ആസിഡും തമ്മിലുള്ള അനുപാതം 1:1 ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ സൺഫ്ലവറിനകത്ത് omega-6 ഫാറ്റി ആസിഡിന്റെ അളവ് 1:332 ആണ്. അതായത് എത്രത്തോളം ഉയർന്ന അളവിൽ omega-6 ഫാറ്റി ആസിഡ് ഉണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ ഇവ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാൻ കാരണമാകും. എന്നാൽ പാം ഓയിലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് omega-6 ഫാറ്റി ആസിഡ് 1:32 ആണ് അതിന്റെ റേഷ്യോ. അതായത് നമുക്ക് സൺഫ്ലവർ ഓയിലുമായി താരതമ്യപ്പെടുത്തുന്ന സമയത്ത് പാം ഓയിലിനകത്ത് ഈ omega-6 ഫാറ്റി ആസിഡിന്റെ അളവ് കുറവാണ്. മാത്രമല്ല സ്മോക്കിംഗ് പോയിന്റിന്റെ ഈ അളവ് എന്ന് പറയുന്നത് 242 ആയതുകൊണ്ട് തന്നെ എണ്ണയിൽ മുക്കി വറുത്ത് പൊരിക്കുന്ന ഭക്ഷണങ്ങൾക്ക് കൂടുതലും പാം ഓയിലാണ് നമുക്ക് സൺഫ്ലവർ ഓയിലിനെക്കാട്ടി നല്ലത്. എന്നിരുന്നാൽ പോലും നമ്മുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വില കൂടിയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയുടെ ഉപയോഗം പകുതിയായിട്ട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് പാം ഓയിലിനെക്കാട്ടിയും സൺഫ്ലവർ ഓയിലിനെക്കാട്ടിയും നല്ലത്. എന്നാൽ തവിടെണ്ണ നമുക്ക് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് നല്ലതാണ്. ഇതിനകത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, omega-3 എല്ലാം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് തവിടെണ്ണ നല്ലതാണ്. പക്ഷേ തവിടെണ്ണയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് തവിടിൽ നിന്നും തവിടെണ്ണ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1 ലിറ്റർ തവിടെണ്ണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1000 മുതൽ 2000 കിലോ അരി ആവശ്യമാണെങ്കിൽ മാത്രമേ അത്രയും നമുക്ക് 1 ലിറ്റർ തവിടെണ്ണ കിട്ടുള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 130 രൂപ മുതൽ 200-220 രൂപയ്ക്ക് എല്ലാം ഉള്ള തവിടെണ്ണ എന്ന് പറയുന്നത് അവ നല്ലതാണോ, ഒറിജിനൽ ആണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അവിടെയും നമുക്ക് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഒന്ന് ഷെയർ ചെയ്തോളൂ.